ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ മത്തി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂട്ടിൽ മത്തി ഫ്രൈ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം വാലിൻ്റെ അറ്റത്ത് നിന്ന് മേലോട്ട് നമുക്കിതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. അന്നേരം ആ ചെതമ്പലൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് വാല് മുറിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒരു വശം ഇതുപോലെ കത്തി കൊണ്ടാക്കിയതിന് ശേഷം മറുവശം തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ താഴെ നിന്ന് മേലോട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക. അന്നേരം ചെതമ്പൽ പോരും. അപ്പോൾ ഇതറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാട്ടോ ഞാനിത് കാണിക്കുന്നത്. മത്തി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം സൈഡിലുണ്ടല്ലോ ഒരു ചിറക് പോലത്തെ, അതും കൂടെ നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് കണ്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തല വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് മുറിച്ചെടുക്കാം. അതല്ല തലയും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ അതിൻ്റെ ആ ചെകിലെ ആ ഭാഗമില്ലേ, അതിങ്ങനെ കത്തി വെച്ചിട്ട് മേലോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പം പോന്നോളും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് പോന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള അഴുക്കൊന്ന് വലിച്ച് നോക്കാം. അഥവാ നിങ്ങൾക്ക് അത് വലിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു പോർഷനും കൂടെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാം. അന്നേരം കിട്ടും. അതുപോലെ തന്നെ മത്തിയിലധികം, അതായത് മീനയിലധികം ബലം കൊടുക്കാതെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ബലം കൊടുക്കുമ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് അമങ്ങി പോവും. അന്നേരം ആ ഒരു ഇത് പോവില്ല, ടേസ്റ്റൊക്കെ ഇതായി പോവും. അപ്പോൾ ഇനി ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അതിൻ്റെ അകത്ത് അഴുക്കെല്ലാം എടുത്ത് കളയാം. കണ്ട, മുട്ടയൊക്കെ ആണെങ്കിലും അവിടെ മുറിഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ മുട്ടയെടുത്ത് ആ ഒരു സൈഡ് അത് നമുക്കൊന്ന് കണ്ടിച്ച് കളയാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇതിലും വേഗം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. വാലിൻ്റെ രണ്ടറ്റവും കളയുക. അതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് ബാക്കിയുള്ള ചെതമ്പലും കളയുക. ഇനി ആ ഭാഗത്ത് മീനിൻ്റെ ചിറകില്ലേ, അതും കൂടെ കണ്ടിച്ച് കളയണം. നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഓയിലിനകത്ത് മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്നും മീൻ വറുത്തെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഓയിൽ മതി നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാൻ. തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് എടുക്കാം. കണ്ടില്ല, മുട്ടയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വിട്ടു പോകുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു ഭാഗവും കൂടെ കണ്ടിച്ച് കളയാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ മീനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെട്ടിയെടുക്കാം. നമുക്കൊന്ന് വെട്ടിയെടുത്ത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മീനൊക്കെ ഇവിടെ വെട്ടിയെടുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് വറക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. രണ്ട് വശവും വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് തിരുമ്മി മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും വെളുത്തുള്ളിയും കാന്താരിയും ഉപ്പും കൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ പാകത്തിന് ഉപ്പ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞങ്ങളിവിടെ കുറച്ച് ചേർക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ മീനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മീനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കതിലേക്ക് മീൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മീൻ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് തിന്നാം. നമുക്കെല്ലാം അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനെല്ലാം ഇവിടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തീ ചെറിയ തീയിലേ വെക്കാവുള്ളൂ കേട്ടോ, കൂട്ടിയിടല്ലേ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ട് ഞാൻ മറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വശം കൂടെ വേകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകും ഒന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾ വെളുത്തുള്ളി ചേർത്ത് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.